പത്തനംതിട്ടയിലെ ഇടത്താവളങ്ങളിൽ റോഡ് ഉപരോധിച്ച് പ്രതിഷേധവുമായി അയ്യപ്പ ഭക്തർ. ടോക്കൺ അനുസരിച്ച് വാഹനങ്ങൾ കടത്തിവിടുന്ന തർക്കത്തെ തുടർന്നായിരുന്നു പ്രതിഷേധമുണ്ടായത്. എന്നാൽ പോലീസ് ഇടപെട്ടിട്ടും ഈ ഒരു പ്രശ്നം ഇതുവരെയും പരിഹരിച്ചില്ല. കൂടുതൽ വിവരങ്ങളുമായി മിഥുൻ മുരളി ചേർന്നുണ്ട്. മിഥുൻ, വീണ്ടും ഭക്തരുടെ ഭാഗത്തു നിന്നൊരു ശക്തമായൊരു പ്രതിഷേധം ഉണ്ടാവുകയാണ്. ഒരുപക്ഷെ ഇത്തരത്തിൽ സർക്കാരിൻ്റെയോ പോലീസിൻ്റെയോ ഭാഗത്തുനിന്നുണ്ടായ നിയന്ത്രണങ്ങളൊക്കെയും ശരിക്കും പറഞ്ഞാൽ ഭക്തരുടെ കണ്ണിൽ പൊടിയിടുന്ന തരത്തിലാകുന്നുള്ളൊരു ആരോപണം കൂടി ശരിവെക്കുന്നതല്ലേ വീണ്ടും ഇത്തരത്തിലുള്ള പ്രതിഷേധങ്ങൾ ഉണ്ടാകുന്നത്? വിഷ്ണു, കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് അയ്യപ്പ ഭക്തർ ധാരാളമായിട്ട് എത്തുന്നുണ്ട്. ഈ ഒരു സാഹചര്യത്തിലാണ് ഇവർക്ക് അടിസ്ഥാന സൗകര്യങ്ങളടക്കം ചെയ്തു കൊടുത്തുകൊണ്ട് ഇടത്താവളങ്ങളിൽ സൗകര്യമൊരുക്കുന്നതിൽ ഒരു വീഴ്ച വീണ്ടും സംഭവിച്ചിരിക്കുന്നത്. ഈ ഒരു കാര്യത്തിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് അയ്യപ്പന്മാർ ഇപ്പോൾ വലിയ രീതിയിലുള്ള പ്രതിഷേധവുമായി രംഗത്തെത്തിയിരിക്കുന്നത്. റോഡ് ഉപരോധിച്ചുകൊണ്ടുള്ള പ്രതിഷേധത്തിലേക്കാണ് അയ്യപ്പന്മാർ ഇപ്പോൾ കടന്നിരിക്കുന്നത്. മണിക്കൂറുകളായിട്ട് അയ്യപ്പന്മാർ പത്തനംതിട്ട ഇടത്താവളത്തിൽ കാത്ത് കിടക്കുകയാണ് പമ്പയിലേക്ക് പോകുന്നതിന് വേണ്ടി. പക്ഷേ ഇവർക്ക് പമ്പയിലേക്ക് കടത്തിവിടുന്നതിനുള്ള ക്രമീകരണങ്ങളോ മറ്റ് കാര്യങ്ങളോ ഒന്നും ഒരുക്കാതെ മണിക്കൂറുകളോളം ഇവിടെ തങ്ങേണ്ടി വരുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. അതിന് അനുബന്ധമായിട്ടുള്ള മറ്റ് ക്രമീകരണങ്ങൾ ഒരുക്കുന്നതിലും വീഴ്ച സംഭവിച്ചിരിക്കുന്നു. ഈ ഒരു സാഹചര്യത്തിലാണ് മണിക്കൂറുകളോളം കാത്തുകിടക്കുന്ന അയ്യപ്പന്മാർ, പത്തനംതിട്ട ഇടത്താവളത്തിലുള്ള അയ്യപ്പന്മാർ പ്രതിഷേധവുമായി രംഗത്തെത്തിയത്. ടോക്കൺ അനുസരിച്ച് പമ്പയിലേക്ക് വാഹനങ്ങൾ കടത്തിവിടുന്നതിൽ അപാകതകൾ സംഭവിച്ചിട്ടുണ്ട് എന്നാണ് അയ്യപ്പന്മാരുടെ ഭാഗത്തു നിന്ന് പ്രതിഷേധം ഉയർന്നതിനുള്ള ഒരു പ്രധാന കാരണമായിട്ട് മാറിയിരിക്കുന്നത്. അത് കൃത്യമായിട്ടല്ല ഈ ടോക്കൺ അനുസരിച്ച് വാഹനങ്ങൾ കടത്തിവിടുന്നത്. അതിൽ ചില പ്രശ്നങ്ങൾ ഉണ്ട് എന്ന് അയ്യപ്പന്മാർ ചൂണ്ടിക്കാണിക്കുന്നു. അങ്ങനെയുള്ള പ്രശ്നങ്ങൾ നിലനിൽക്കുമ്പോൾ തന്നെ കൃത്യമായിട്ട് തന്നെ ഇവരെ ക്രമീകരിക്കുന്നതിനുള്ള സൗകര്യങ്ങൾ ഒരുക്കി നൽകുന്നതിൽ ഉള്ള പ്രതിഷേധമാണ്. അങ്ങനെ നൽകാത്തതിലുള്ള പ്രതിഷേധമാണ് ഇപ്പോൾ വലിയ രീതിയിലുള്ള റോഡ് ഉപരോധം അടക്കമുള്ള കാര്യങ്ങളിലേക്ക് അയ്യപ്പന്മാരെ കടക്കുന്നതിന് കാരണമായിരിക്കുന്നത്. തമിഴ്നാട് അടക്കമുള്ള മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നുള്ള അയ്യപ്പന്മാരും ധാരാളമായിട്ട് ഈ ഇടത്താവളങ്ങളിൽ കുടുങ്ങി കിടപ്പുണ്ട്. അത് മണിക്കൂറുകളായിട്ട് ഇവിടെ കിടക്കുന്ന ഭക്തജനങ്ങളുമാണ്. രാവിലേക്ക് വന്ന ആളുകളാണ്. ഇപ്പോൾ ഈ വൈകുന്നേര സമയമായിട്ടും ഇവർക്ക് പമ്പയിലേക്ക് പോകാനുള്ള സാഹചര്യം ഒരുക്കാത്തതിൽ പ്രതിഷേധവുമായി രംഗത്തെത്തിയിരിക്കുന്നത്. മറ്റ് ഭക്ഷണം ഉൾപ്പെടെയുള്ള ക്രമീകരണങ്ങളൊക്കെ ഒരുക്കേണ്ടതുമുണ്ട്. അത്തരത്തിലുള്ള കാര്യങ്ങളിലൊക്കെയുള്ള പ്രതിഷേധമാണ് ഇപ്പോൾ റോഡ് ഉപരോധത്തിലേക്ക് ഇവരെ നയിച്ചിരിക്കുന്നത്. പോലീസ് എത്തി ഇവരെ പിന്തിരിപ്പിക്കുന്നതിനുള്ള ശ്രമങ്ങൾ കഴിഞ്ഞ കുറച്ച് സമയമായിട്ട് നടക്കുന്നുണ്ടായിരുന്നു. പക്ഷേ അങ്ങനെ ഒരു ശ്രമത്തിലൂടെയും പ്രശ്നം പരിഹരിക്കാൻ ആയിട്ടില്ല. ഇവർ പറയുന്നത് കൃത്യമായിട്ട് ടോക്കൺ അനുസരിച്ച് ക്രമീകരണം നടത്തുമ്പോൾ അത് എല്ലാവർക്കും ഒരേ പോലെ ബാധകമാവുന്ന രീതിയിൽ കൃത്യമായ ഇടവേളകളിൽ വാഹനങ്ങൾ കടത്തിവിടാനുള്ള സംവിധാനം ഉണ്ടാകണം. അങ്ങനെ പമ്പയിലേക്ക് കടത്തിവിടുന്ന വാഹനങ്ങൾ കൃത്യമായി ക്രമീകരിച്ചുകൊണ്ടാണ് കൂടുതൽ സമയം അയ്യപ്പന്മാർക്ക് ഇടത്താവളത്തിൽ തളങ്ങേണ്ടി വരുന്ന സാഹചര്യം ഉണ്ടാകാതെ വാഹനങ്ങൾ കടത്തിവിടാൻ ക്രമീകരണം ഉണ്ടാകണം. അത് അധികൃതരുടെ ഭാഗത്തു നിന്ന് ഇടപെടലുകൾ അപകടങ്ങൾ ഉണ്ടാകാതെ തന്നെ നടപ്പിലാക്കണം എന്നുള്ള ഒരു ആവശ്യമാണ് അയ്യപ്പന്മാർ ഇപ്പോൾ ഉന്നയിച്ചിരിക്കുന്നത്. വലിയ രീതിയിലുള്ള അയ്യപ്പന്മാരുടെ പ്രതിഷേധമാണ് ഇപ്പോൾ പത്തനംതിട്ട ഇടത്താവളത്തിൽ ഉണ്ടായിരിക്കുന്നത്. അതോടെ വലിയ ഭക്തജന കൂട്ടവും ഇപ്പോഴുണ്ട്. അയ്യപ്പന്മാരുടെ വലിയ ഒരു സംഘം, വലിയ ഒരു കൂട്ടം രാവിലെ മുതൽ മണിക്കൂറുകളായിട്ട് കാത്തുകിടക്കുന്ന അയ്യപ്പന്മാരുടെ കൂട്ടമാണ് ഇപ്പോൾ പ്രതിഷേധവുമായി രംഗത്തെത്തിയിരിക്കുന്നത്. തമിഴ്നാട് അടക്കമുള്ള അന്യ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള അയ്യപ്പന്മാരും ഈ കൂട്ടത്തിലുണ്ട്. വിഷ്ണു, മിഥുൻ, ഇവിടെ എടുത്തു പറയേണ്ടത്, നമുക്കറിയാം മുമ്പ് ഇത്തരത്തിൽ ഹൈക്കോടതി പറഞ്ഞിരുന്നു ആദ്യം ചെയ്യേണ്ടത് കൃത്യമായ ഒരു സൗകര്യങ്ങൾ അയ്യപ്പ ഭക്തർക്ക് ഒരുക്കണമെന്നാണ്. അത് ഇപ്പോൾ സന്നിധാനത്തായാലും ഇത്തരത്തിലുള്ള ശബരിമല പാതകളിലായാലും. എന്നാൽ ആ ഒരു നിർദ്ദേശം പോലും ഇവിടെ ശരിക്കും പറഞ്ഞാൽ നടപ്പാകുന്നില്ല. ആ ഒരു കാര്യം കൂടെ എടുത്തു പറയേണ്ടതല്ലേ ഈ ഒരു ഘട്ടത്തിൽ? വിഷ്ണു, മണ്ഡലകാലം കഴിഞ്ഞു. ചരിത്രത്തിലൊന്നും ഉണ്ടാകാത്ത, കഴിഞ്ഞ കാലങ്ങളിൽ ഒന്നും ഉണ്ടാകാത്ത തരത്തിലുള്ള പ്രശ്നങ്ങളിലൂടെയാണ് ഇത്തവണത്തെ മണ്ഡലകാലം കഴിഞ്ഞു പോയത്. കാരണം അത്രയും ബുദ്ധിമുട്ട് അനുഭവിച്ചുകൊണ്ടാണ് ഈ മണ്ഡലകാലത്ത് അയ്യപ്പന്മാർ ശബരീശ ദർശനത്തിനായിട്ട് ശബരിമലയിൽ എത്തിയതും അയ്യപ്പന്മാർക്ക് മടങ്ങിപ്പോകേണ്ട തമിഴ്നാട് അടക്കമുള്ള ഭാഗങ്ങളിൽ നിന്നെത്തിയ അയ്യപ്പ ഭക്തന്മാർക്ക് അയ്യപ്പ ദർശനം സാധ്യമാകാതെ മടങ്ങിപ്പോകേണ്ട സാഹചര്യങ്ങളൊക്കെ ഉണ്ടായ ഒരു മണ്ഡലകാലമായിരുന്നു ഈ കഴിഞ്ഞ സമയത്ത് അവസാനിച്ചത്. അതിനുശേഷം മകരവിളക്കിന് വേണ്ടി നട തുറന്നപ്പോഴും സമാനമായ രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു എന്നതിന്റെ സൂചനകളാണ് ഇപ്പോൾ ഈ കാണുന്നത്. കാരണം ഇനിയുള്ള ദിവസങ്ങൾ ധാരാളമായി ഭക്തജനങ്ങൾ അന്യ സംസ്ഥാനങ്ങളിൽ നിന്നടക്കമുള്ള ആളുകൾ ധാരാളമായി എത്തുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടാകും. അപ്പോൾ ഇതേ തരത്തിലുള്ള പ്രശ്നങ്ങൾ വീണ്ടും ആവർത്തിച്ചു കഴിഞ്ഞാൽ അത് മണ്ഡലകാലത്തിന് സമാനമായ രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതിന് വഴിവെക്കുകയും ചെയ്യും. അതിന്റെ ഒരു സൂചനയായിട്ട് തന്നെയാണ് ഇതിനെ ഈ ഒരു പ്രശ്നത്തെ കാണേണ്ടതും. കാരണം മണിക്കൂറുകളായിട്ട് ഇവിടെ വന്ന് കിടക്കുന്ന ആളുകൾക്ക്, ഭക്തജനങ്ങൾക്ക് അവിടെ പമ്പയിലേക്ക് പോകാൻ സാധിക്കുന്നില്ല. പമ്പയിൽ എത്തിക്കഴിഞ്ഞാലും ഇനി സമാനമായിട്ടുള്ള രീതിയിൽ അവിടെ കാത്തുകിടക്കേണ്ടി വരുമോ, മണിക്കൂറുകളോളം അവിടെ കാത്തുകിടക്കേണ്ടി വരുമോ എന്നതടക്കമുള്ള ആശങ്കകൾ ഭക്തജനങ്ങൾക്കുണ്ട്. ഇനി ഇപ്പോൾ വാഹനങ്ങൾ വിട്ട് നൽകിയാലും നേരത്തെ മണ്ഡലകാലത്തുണ്ടായതുപോലെ തന്നെ പല റോഡുകളിലും വാഹനങ്ങളിൽ കുടുങ്ങിക്കിടക്കേണ്ട സാഹചര്യം ഉണ്ടാകുമോ എന്നതടക്കമുള്ള പ്രശ്നങ്ങൾ അവിടെ നിലനിൽക്കുകയും ചെയ്യുന്നു. ഈ വാഹനങ്ങൾ റോഡുകളിൽ വ്യക്തമാണ് മിഥുൻ. വളരെ ശക്തമായ ഒരു പ്രതിഷേധം ഇപ്പോൾ അയ്യപ്പ ഭക്തരുടെ ഭാഗത്തു നിന്നും ഉണ്ടാവുകയാണ്.